നല്ല പ്രതീക്ഷയാണ്. കാരണം സംസ്ഥാന തലത്തിൽ UDFനുണ്ടായ വലിയ ഒരു പ്രതീക്ഷയല്ല, ഒരു വിജയം കരസ്ഥമാക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലും ഈ പ്രാവശ്യം നല്ല ഒരു വിജയമാണ് UDF കരസ്ഥമാക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ ജില്ലയിൽ ഒരു സീറ്റ് UDFനുണ്ടായിരുന്നു, കഴിഞ്ഞ 2 തവണകളായിട്ട്. പക്ഷേ ഈ പ്രാവശ്യം അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഭൂരിപക്ഷം സീറ്റുകളിലും തൃശ്ശൂരിൽ UDF വിജയിക്കും. അതാണ് തെരഞ്ഞെടുപ്പിൽ കണ്ട ട്രെൻഡ്. ഏതെല്ലാം സീറ്റുകളാണ് അത്തരം കാര്യങ്ങളിലേക്ക് പറയാൻ കഴിയുന്നത്? ഏതെല്ലാം സീറ്റ് ഞാൻ പറഞ്ഞില്ല, ഭൂരിപക്ഷം സീറ്റുകൾ ചെയ്യും. ഞാൻ നിൽക്കുന്ന തൃശ്ശൂർ ഉൾപ്പെടെ, ഇപ്പം നമ്മൾ സംസാരിക്കുന്ന തൃശ്ശൂർ ഉൾപ്പെടെ, എൻ്റെ ചാലക്കുടി ഉൾപ്പെടെ, എൻ്റെ കൊടുങ്ങല്ലൂർ ഉൾപ്പെടെ, ഇനിയുള്ള സീറ്റുകൾ ഇനിയുണ്ട് ഇഷ്ടം പോലെ. മണലൂർ ജയിക്കുമല്ലോ. ഇതെല്ലാം ജയിക്കുന്ന സീറ്റുകളാണ്. ഇപ്പം തന്നെ നമുക്കറിയാം, ഇടതുപക്ഷ മുന്നണിയുടെ വിലയിരുത്തൽ തന്നെ എന്താ, അവർക്ക് പ്രതീക്ഷയില്ല. അതിവിടെ മാത്രമല്ല, സംസ്ഥാന തലത്തിൽ പോലും. സംസ്ഥാന തലത്തിൽ പല കണക്കുകളാണ് വന്നത്. ഇന്നലെ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി കൂടി ചർച്ച ചെയ്തത് ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നില്ല. പക്ഷേ ബഹുമാനായ ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് 90-ലധികം സീറ്റ്, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സീറ്റ് കൂടുമെന്നാണ് പറയുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ജില്ലയിലും ഒരു തലത്തിലും അത്തരത്തിലുള്ള ഒരു ചർച്ച നടന്നിട്ടില്ല. അപ്പോൾ എക്സാജറേറ്റ് ചെയ്ത് അത് എന്തുകൊണ്ടാണ് തോൽക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ നടത്തുന്ന ചില അവകാശവാദങ്ങളാണ്. അത്തരം അവകാശവാദങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. ഞങ്ങൾ നേരത്തെ തൊട്ട് പറഞ്ഞിട്ടുണ്ട്, വളരെ കംഫോർട്ടബിളായിട്ടുള്ള ഒരു വിജയം UDFന് ഈ പ്രാവശ്യം ഉണ്ടാകും. ആ വിജയത്തിന് അത് നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തുടക്കം മുതൽ അവസാന ഘട്ടത്തിൽ പോളിംഗ് ദിവസം കണ്ടത് എന്താ? പോളിംഗ് ദിവസം കണ്ടത് ആളുകൾ വാശിയോടുകൂടി വന്ന് വോട്ട് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? പിണറായി വിജയൻ ഗവൺമെൻറ് വേണമോ വേണ്ടയോ എന്നതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും കാതലായ വിഷയം. പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ മാറണം എന്നാഗ്രഹിക്കുന്നവരാണ് UDFകാർ മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ പാർട്ടി പ്രവർത്തകർക്കും ഈ പ്രാവശ്യം വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്നു. കേരള ജനത ആഗ്രഹിച്ചത് പിണറായി വിജയൻ മാറണം, കേരളം രക്ഷപ്പെടണമെന്ന്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ആഗ്രഹിച്ചത് പിണറായി വിജയൻ മാറണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്ഷപ്പെടണം എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ പോളിംഗ് കുറഞ്ഞത് എവിടെയാണ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഏറ്റവും കൂടുതൽ പോളിംഗ് കുറഞ്ഞ ഒരു ജില്ല കണ്ണൂർ ജില്ലയാണ്. പക്ഷേ നമ്മുടെ ഗോവിന്ദൻ മാസ്റ്ററും അതുപോലെ ശ്രീ പിണറായി വിജയനുമൊക്കെ അവകാശപ്പെടുന്നത് മൂന്നാം പ്രാവശ്യത്തേക്ക് വലിയ ഉത്സാഹമാണ് കണ്ടത്. ആ ഉത്സാഹം കാണേണ്ടത്, ഏറ്റവും കൂടുതൽ കാണേണ്ടത് കണ്ണൂർ ജില്ലയിലാണ്. ധർമ്മടത്ത് പോലും പോളിംഗ് കുറഞ്ഞു. കണ്ണൂർ ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ താരതമ്യേന പോളിംഗ് കുറഞ്ഞത്. അപ്പോൾ ഉത്സാഹത്തോടു കൂടി വോട്ട് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞ ധർമ്മടത്ത് പോലും ആളുകൾ ഒരു വിരക്തി കാണിച്ചത് ഈ ഗവൺമെൻറ്റിനോടുള്ള, പ്രത്യേകിച്ച് പിണറായി വിജയനോടുള്ള ഒരു അസംതൃപ്തി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടെന്നതാണ്. അതേ സമയത്ത് തന്നെ കോൺഗ്രസ്സിന് കുറച്ചുകൂടി ഒരു നല്ല ഫൈറ്റ് കാണിച്ചു വെച്ചാൽ നമുക്കറിയാം, തളിപ്പറമ്പ് പോലെയുള്ള പ്രദേശങ്ങളിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുകയുണ്ടായി. അപ്പോൾ അത് കാണിക്കുന്നത് എന്താ? അത് കാണിക്കുന്നത് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശക്തമായ വികാരം കമ്മ്യൂണിസ്റ്റ് അണികളിൽ പോലും നിലനിൽക്കുന്നതാണ്. പോളിംഗ് ശതമാനം ഇനിയും വ്യക്തമായി വരാത്തതിനെ കുറിച്ച് പല ചർച്ചകൾ നടക്കുന്നുണ്ട്. ദിവസങ്ങളായി പോളിംഗ് കഴിഞ്ഞിട്ട് പോളിംഗ് ശതമാനം നേരത്തെ വരേണ്ടതായിരുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഓരോ മണിക്കൂറും, നിങ്ങൾക്കറിയാം മാധ്യമങ്ങളാണ് പുറത്തുവിടുന്നത്, ഓരോ മണിക്കൂറും തെരഞ്ഞെടുപ്പിൻ്റെ ഏകദേശമായിട്ടുള്ള പെർസെൻറ്റേജ് വരും. അതിനുശേഷം 6 മണിക്ക് പോളിംഗ് ശതമാനം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പോളിംഗ് ശതമാനത്തിൻ്റെ കണക്ക് തീർത്ത് പറയും. പിറ്റേ ദിവസം എല്ലാ കണക്കും കൂട്ടി പിറ്റേ ദിവസം വൈകുന്നേരമാകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കൃത്യമായ കണക്ക് ഇലക്ഷൻ കമ്മീഷൻ പറയാറുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ കുറേ നാളുകളായി അത് കാണുന്നില്ല. മഹാരാഷ്ട്രയിൽ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി. മഹാരാഷ്ട്രയിൽ ഇതുപോലെ പോളിംഗ് ശതമാനത്തിന് ആദ്യം വന്ന കണക്കും അവസാന നിമിഷത്തിൽ പോളിംഗ് ശതമാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കൗണ്ടിങ് തുടങ്ങുന്നതിന് 2-3 ദിവസം മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ കണക്കും തമ്മിൽ ഏകദേശം 7.5% വ്യത്യാസമുണ്ടായി. അതുകൊണ്ടാണ് ഞങ്ങൾ മഹാരാഷ്ട്രയിൽ ഇതിൻ്റെ വിശ്വസനീയതയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞത്. ഇവിടെയും എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ പോളിംഗ് ശതമാനം പുറത്തുവിടുന്നില്ല? ഇപ്പോൾ പോളിംഗ് ശതമാനം കൂട്ടാൻ വളരെ എളുപ്പമാണ്. കാര്യം SIR കൂടി നടപ്പാക്കിയ പശ്ചാത്തലത്തിൽ പോളിംഗ് നമുക്കറിയാമല്ലോ, ഇലക്ഷൻ നടന്നുകൊണ്ടിരുന്ന സമയത്ത് കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ എന്താ പറഞ്ഞത്? നല്ല പോളിംഗ് ശതമാനമാണ്, ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, ഇത് 90% കടക്കും എന്ന് ഇലക്ഷൻ സമയത്ത് കണക്ക് കൂട്ടിയ ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസം, 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇന്ന് 13-ാം തീയതിയാണ്, ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ യഥാർത്ഥ പോളിംഗ് ശതമാനം പുറത്തുവിടുന്നില്ല? പുറത്തുവിടാത്തത് കുറ്റകരമായ അനാസ്ഥയാണ്. സംശയിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ കർണാടകത്തിൽ, മഹാരാഷ്ട്രയിൽ ഉണ്ടായി. അപ്പം മഹാരാഷ്ട്ര പോലെ എന്തെങ്കിലും കൃത്രിമം കാണിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ കേരളത്തിൽ നടക്കരുത്. കേരളമാണ്, ഇതിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങളാണ് കേരളത്തിൽ. ആരൊക്കെ എവിടെയെല്ലാം വോട്ട് ചെയ്തു ഞങ്ങളുടെ കയ്യിൽ കണക്കുണ്ട്. ഞാൻ പറയുന്നത് എന്തിനത്ര താമസിക്കുന്നത്? ഓരോ ബൂത്തിൽ ഞങ്ങളുടെ ഏജന്റുമാരുണ്ട്. ആ ഏജന്റുമാർ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കണക്കുണ്ട്. ആ കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതാണ് യഥാർത്ഥ കണക്ക്. ആ യഥാർത്ഥ കണക്കിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അതിന് നടപടി ഞങ്ങൾ സ്വീകരിക്കും.